ഇപ്പോൾ നമുക്കൊപ്പം നിതിൻ രാജിൻ്റെ അമ്മാവൻ വിശ്വംഭരൻ ചേരുകയാണ്. വലിയ ദുഃഖത്തിലാണ്. ഇന്ന് ആ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ ആർക്കും കണ്ണു നിറയാതെ കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനെയൊരു ദുരന്തം അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? മകൻ ഇത്രയും വലിയ ഒരു അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിരുന്നോ? കേൾക്കാമോ എന്നെ? കേൾക്കാം. ഈ കോളേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിതിൻ പറയുമായിരുന്നു, വീട്ടിൽ പറയുമായിരുന്നു. പക്ഷേ അത് ഇത്രയും വലിയ ഒരു അപകടത്തിലേക്ക് എത്തിക്കുമെന്നത് നിങ്ങൾ ആരും ആലോചിച്ചു പോലും ഇല്ലായിരുന്നു അല്ലേ? തീർച്ചയായും ഇങ്ങനെ അവിടുത്തെ ഉണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മളെ വീട്ടുകാരെ അറിയിക്കുമായിരുന്നു. പക്ഷേ ഇത്തരം ഒരു ഗുരുതരാവസ്ഥയിലെത്തുമെന്ന് നമ്മളാരും സങ്കല്പിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. നിതിൻ്റെ ശബ്ദം ഓഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ സംഭവങ്ങളെന്നൊക്കെ നിതിൻ പറയുന്നത്, എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നതൊക്കെ നിതിൻ പറയുന്നു. ഒരു 23 വയസ്സുള്ള ഒരു യുവാവിന് ഒരിക്കലും കേൾക്കാനോ സഹിക്കാനോ പറ്റുന്നതൊന്നുമായിരുന്നില്ല അത്. ഒരു ചെറുത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ നീതിക്ക് വേണ്ടി നിൽക്കാനും പറയാനും ഒക്കെ പറ്റുന്ന ധൈര്യമുള്ള ഒരു കുട്ടി തന്നെ ആയിരുന്നോ നിതിൻ? ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സംഭവ സ്ഥലത്ത് പോയ ഒരാളാണ്. ഇവിടെ കണ്ണൂരിൽ ഈ സംഭവം അറിഞ്ഞു പറഞ്ഞതിനെ ഞങ്ങൾ 4 പേര് ഇവിടുന്ന്, അവൻ്റെ അളിയനും വേറെ അവൻ്റെ അച്ഛൻ്റെ അനുജനും വേറെ അവൻ്റെ ഒരു സുഹൃത്തും കൂടെ ഞങ്ങൾ 4 പേര് ഇവിടുന്ന് വണ്ടി പിടിച്ച് ഞങ്ങൾ നേരെ കണ്ണൂരിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അറിവനുസരിച്ച് ഞങ്ങൾ അവിടുത്തെ ഓരോ ഏകദേശമുള്ള വിദ്യാർത്ഥികളെയും ഞങ്ങൾ പരസ്യമായി രഹസ്യമായി അവരോട് ചോദിച്ചപ്പോഴും അവരാരും ഒന്നും പറയാൻ തയ്യാറായില്ല. അവിടുത്തെ അധ്യാപകർക്കും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവിടെ എന്താണ് ഉണ്ടായതെന്ന് തീർച്ചയായും അവർക്ക് അറിയാമായിരിക്കാം എന്നായിരുന്നു അവരുടെ ഓരോരുത്തരും. അവരാരെയൊക്കെ ഭയന്നാണ് പറയാത്തത്. എന്നാൽ ഈ റാം എന്ന് പറയുന്ന അയാൾ അവിടുത്തെ HOD-നാണ്. അയാൾ 10 വർഷം കൊണ്ട് അവിടുത്തെ ഒരു മെയിൻ ആളായിട്ട് പ്രവർത്തിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ മാനേജ്മെൻറ്റിനെ പോലും നിയന്ത്രിക്കുന്നത് അയാൾ എന്നൊരു ഭാവത്തിലാണ് അയാൾ അവിടെ നിൽക്കുന്നത്. അയാൾ അവിടെ എല്ലാവർക്കും ഒരു പേടിയാണ്. അപ്പോൾ ഞങ്ങൾ തിരക്കിയപ്പോൾ അവിടുത്തെ മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞത് ഇയാൾ ഒരുപാട് പേരെടുത്തു ഇങ്ങനെ തന്നെ ഈ നിതിൻ രാജിനെ പരസ്യമായി ക്ലാസ്സിൽ വന്ന് അവൻ്റെ ജാതി പറഞ്ഞും അത് പോയിട്ട് പിന്നെ നീ പുഴുത്ത പട്ടിയാണട എന്നും നിനക്ക് സാമ്പത്തികമായി ഒന്നുമില്ലാത്ത നിന്നെപ്പോലെയുള്ള ദരിദ്രവാസികൾക്ക് പഠിക്കാനുള്ളതല്ല MBBS. ഈ പുഴുത്ത പട്ടി എന്ന് 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇയാളെന്ത് പറഞ്ഞു? നിതിൻ രാജ് പ്രതികരിച്ചു, സാറേ ഞാൻ പുഴുത്ത പട്ടിയാണെങ്കിൽ നമ്മൾ രണ്ടും സെയിമാണ് എന്നിങ്ങനെ ഇയാൾ കയർത്ത് സംസാരിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞത്, റാം എന്ന് പറയുന്ന അദ്ദേഹം മറുപടി പറഞ്ഞത്, നീ എൻ്റെ കൂടെ കൂടുതൽ കളിച്ചാൽ നിൻ്റെ കൈയും കാലും ഞാൻ വെട്ടും, നിന്നെ ഇവിടെ നിന്ന് പൊതിഞ്ഞു കെട്ടിയ ശവശരീരമായിരുന്നു കൊണ്ടുപോകുന്നത് എന്ന് അവൻ പറയുന്ന ഓഡിയോ സന്ദേശമുണ്ട്. അപ്പോൾ അത് ഈ കഴിഞ്ഞ മാർച്ച് മാസം 13-14 തീയതികളിലായിട്ട് ഈ റാം എന്ന് പറയുന്ന പ്രൊഫസർ വളരെ മോശമായി ഇവനോട് സംസാരിച്ചത്. അവൻ്റെ ഫോണിൽ നിന്ന് ഇവൻ്റെ സഹോദരി നികിത എന്ന് പറയുന്ന അവൻ്റെ ചേച്ചിയോട് ഫോണിൽ അതേപടി അവനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ സൈബർ സെല്ല് വഴി റെക്കോർഡ് ചെയ്ത് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ കണ്ണൂർ ചക്കരക്കല്ല് പോലീസ് CIക്ക് ഇന്നലെ പെറ്റീഷൻ ഞങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവൻ്റെ തികച്ചും ഞങ്ങൾക്ക് കിട്ടിയ മുമ്പുണ്ടായ അനുഭവവും ഞങ്ങൾ അവിടെ മെനഞ്ഞാന്നും ഇന്നലെയും കണ്ണൂരിൽ ആ കോളേജിൽ കണ്ട ആ ഒരു അനുഭവങ്ങളും കൂടെ
വിലയിരുത്തുമ്പോൾ ഇവനെ ഈ മരണത്തിന് ഉത്തരവാദികളെന്ന് പറയുന്ന ഇവർ 2 അധ്യാപകരും അവിടുത്തെ വാർഡനുമായ കമലും കൂടെയാണ്. ഇവന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവന് ശക്തമായ പനി ഉണ്ടായിരുന്ന ഒരു വേളയിൽ ഇവനെ ഒറ്റയ്ക്ക് 3 ദിവസം ഒരു മുറിയിൽ ആക്കി എന്നുള്ളതാണ് ഇവനിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്ര ഒരു രോഗിയോട് പോലും ഒരു മനുഷ്യത്വം കാണിക്കാത്ത ഒരു കോളേജിലെ ജീവനക്കാരാണ് ഇവരൊക്കെ എന്നുള്ള കാര്യം അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അവർക്ക് തെറ്റി. ഇവർ വിചാരിച്ചത് ഈ കമൽ അല്ല ഈ കുട്ടിക്ക് ഇവന് സാമ്പത്തികമായും ഇവൻ പിന്നോക്ക ജാതിക്കാരനായതുകൊണ്ട് ഇവനെ എന്ത് പറഞ്ഞാലും പിന്നെ എന്ത് ചോദിച്ചാലും ഈ അതുൽ രാജിന് ആരുമില്ല എന്നുള്ളതാണ് ഇവരുടെ ഭാവമെങ്കിൽ അവർക്ക് തെറ്റി. മിഥുൻ രാജിന് എല്ലാ വിധത്തിലുള്ള ബന്ധുക്കളുണ്ട്. അതിന് പിന്നിൽ അവൻ കൊച്ചുനാളിലെ SFI സംഘടനയുമായി പ്രവർത്തിച്ച ഒരു കുട്ടിയാണ്. SFIക്ക് മുൻപേ ബാലസംഘം എന്ന് പറയുന്ന സംഘടനയിൽ കൂടെ അവൻ വന്ന ഒരാളാണ്. അവൻ ഇവിടുത്തെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഇവിടുത്തെ CPMൻ്റെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു കാരണവശാലും ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ പഴി തടച്ചുകൊണ്ട് അവരെ കയ്യാമം വയ്ക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളിവിടെ ചെയ്യും. അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളെ ഇവിടെ ഒരു DSP ഉണ്ട്, അജയകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ ചക്കരക്കല്ലിലെ പോലീസ് CA എടുത്ത് ഞാൻ പറയാം, ഞാൻ വിശ്വംഭരൻ അവിടെ ചെല്ലുമെന്ന് തന്നെ പറയാം. അങ്ങനെ അദ്ദേഹം CA അവരെ വിളിച്ചു. നല്ല ഈ DSP അവരെ ചക്കരക്കല്ലിലെ SHO വിളിച്ചു പറഞ്ഞു, വിശ്വംഭരൻ എന്നൊരാൾ പറഞ്ഞു, എൻ്റെ നാട്ടിലുള്ള ഒരു പാവപ്പെട്ടൊരു പയ്യനെ ഇന്ന രീതിയിൽ മരണപ്പെട്ടിരിക്കുകയാണ്, അതിന് വേണ്ട നടപടി സ്വീകരിക്കണം, വേണ്ട അന്വേഷണം വേണമെന്നും അദ്ദേഹം പറയുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ഥലം MLA ആയ അരീക്കര MLA ആയ ഞങ്ങളുടെ സഖാവ് സ്റ്റീഫനും അവിടുത്തെ CA വിളിച്ച് കാര്യം പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയപ്പോൾ നല്ല രീതിയിലുള്ള എന്നതാണല്ലോ താങ്കൾ സൂചിപ്പിക്കുന്നത്. ഇവിടിപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമില്ല. ഈ വാർഡന് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നു. അയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ രക്ഷാകർത്താവ് ആ കുട്ടിയും നേരത്തെ ഇവരെക്കുറിച്ചും ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പരാതികൾ കൊടുത്തിരുന്നെങ്കിലും ആ പരാതികളൊക്കെ അവർ അകത്ത് മുക്കിക്കളഞ്ഞു. പുറം ലോകം അറിയാതെ മുക്കിക്കളഞ്ഞു. അതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. അത് ഈ സ്വാശ്രയ കോളേജിൻ്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ സ്വാശ്രയ കോളേജിൻ്റെ മിക്ക സ്ഥലങ്ങളിലുമുള്ള അവരുടെ ഒരു രീതിയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവർക്ക് അങ്ങനെ അവരിനി എത്ര വമ്പന്മാരായിരുന്നാലും എത്ര വമ്പന്മാരിൽ മാനേജ്മെൻ്റ് ആയിരുന്നാലും ഇവൻ്റെ കൂടെ ഈ നെറികേട് കാണിച്ച ഈ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും അവർക്ക് ഞങ്ങൾ ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ ഞങ്ങൾ സമാധാനപ്പെട്ടിരിക്കില്ല. നാളെ ബഹുമാനപ്പെട്ട CPMൻ്റെ ജില്ലാ സെക്രട്ടറി MP ആയ റഹീമും ഇവിടുത്തെ MLAയും ഞാനും പിന്നെ ഈ മരണപ്പെട്ട പയ്യൻ്റെ അളിയൻ അശോക് കുമാറും കൂടെ നാളെ DGPക്ക് നേരിട്ട് പെറ്റീഷൻ കൊടുക്കാൻ നാളെ 10 മണിക്ക് DGPയെ കാണാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.